പൂച്ചയുടെ തലയോട്ടി പോലുള്ള ഒരു അവയവം, 2 ഹോളുകളുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ, അതിൽ കൂടെ ഞരമ്പുകളും മസിലുകളും എല്ലാം പോകുന്നുണ്ട്. അതിനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ അവയവം ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. Lord Jesus Christ, pour out His Spirit, the fire finger, soak with the precious blood. I command you in the name of Jesus Christ to be healed. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദൈവദാനങ്ങളാൽ ഞങ്ങളെ ഭവ്യരായി മാറ്റണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശ്രദ്ധിക്കുക. പൂച്ചയുടെ തലയോട്ടി പോലെ, എന്നാ പൂച്ചയുടെ തലയോട്ടി എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല. അതിന് വായും 2 കണ്ണും ദൂരം. ഇതുപോലെ ഒരു അസ്ഥിഭാഗം നമ്മുടെ ശരീരത്തിലുണ്ട്. 3 ദൂരം അതിനുണ്ട്. ഒരു അസ്ഥി ഇങ്ങനെ കുഞ്ഞു പൂച്ചയുടെ തലയോട്ടി പോലെ ഒരു അസ്ഥി, ഉണ്ട പോലെ ഒരു അസ്ഥിക്ക് 3 ദൂരങ്ങളുണ്ട്. അതിലൂടെ ഞരമ്പോ പേശികളോ ഒക്കെ പസ് ചെയ്യണതാണ്. പക്ഷേ 3 ദൂരങ്ങളിൽ ദ്രവിപ്പുണ്ട്. ആ അസ്ഥി ദ്രവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇത്തരം അസ്ഥിക്ക് രോഗമുള്ളവരെ കർത്താവ് ഇപ്പം സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദൈവദാനങ്ങളാൽ ഞങ്ങളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം അപ്പം എനിക്ക് മനസ്സിലായി, എന്നെ ആയിരിക്കും ഈശോ, എന്നിലായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന്. അതിനുശേഷം ഞാൻ തനിയെ എഴുന്നേൽക്കുകയും എൻ്റെ കാലെല്ലാം ഫ്രീ ആവുകയും ഒരു കുഴപ്പമില്ലാതെ ഞാൻ പിന്നീടുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ട് എനിക്കെൻ്റെ വീടിൻ്റെ സ്റ്റെയർ കയറാൻ പോലും പറ്റൂലായിരുന്നു. ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയാൽ പിന്നെ വേദനയാണ്. അടുക്കളയിൽ കുറച്ച് നേരം ജോലി എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് സംഭവം 14 വർഷത്തിന് മുമ്പ് ഞാൻ ബാത്റൂമിൽ വീണ്, കാല് സ്ലിപ്പായി വീണ്, ബക്കറ്റ്, അലുമിനിയം ബക്കറ്റായിരുന്നു. ആ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിട്ടിരിക്കുന്നു. ഞാൻ സോപ്പ് തേച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെരുപ്പ് സ്ലിപ്പായി ആ ബക്കറ്റിൽ അടിച്ച് വീണ്. അതായത് ആ അവയവം, പെൽവിക് ബോൺ എന്ന് പറഞ്ഞ അവയവം ചതവ്, ഞരമ്പുകൾ 2 ചതവ് പറ്റി. കുറേ നാളുകൾ വേദന സഹിച്ച് ലൂർദ് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു 2 ഞരമ്പുകൾ പോയി, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ട് മോളോട് പറഞ്ഞു, ഡോക്ടർമാരങ്ങനെയൊക്കെ പറയും, അതൊക്കെ വെറുതെ പറയണേന്ന്, നമുക്ക് വേറെ പണിയുണ്ടാന്ന് നോക്കാമെന്നും പറഞ്ഞ് ആ വേദനകൾ സഹിച്ച് ഇടക്ക് ആയുർവേദം, അലോപ്പതി എല്ലാം മരുന്ന് കഴിക്കും. പക്ഷേ എനിക്ക് അധികം നേരം നിൽക്കാൻ യാത്ര ചെയ്യുമ്പോൾ ഒട്ടും പറ്റൂലായിരുന്നു. എന്താണെന്ന് വെച്ചെന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ജാംനഗർ, ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അഹമ്മദാബാദ് വരെയും ബസ്സിന് പോകണം. അപ്പോൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചാഞ്ഞ് ഇരിക്കാൻ പറ്റൂല, നേരെ തന്നെ ഇരിക്കണം. ഇരുന്നാൽ തന്നെ എഴുന്നേറ്റാൽ ഭയങ്കര വേദനയായിരിക്കും. ആ വേദന സഹിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ചില നേരം മക്കളെ സ്കൂളിൽ വിടുന്ന, കോളേജിൽ അവർ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും, ഈശോ തന്ന ശരീരം, ഈശോ തന്ന ആത്മാവ്, ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ തൊഴിക്കുക, എൻ്റെ ശരീരത്തെ കത്തിവെക്കാനായിട്ട് അനുവദിക്കരുതേ. ഈശോയെ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി. ഈ കഴിഞ്ഞ മാസം 22-ാം തീയതി തുടങ്ങി ഞാൻ പൂർണ്ണ സൗഖ്യമാണ്. എനിക്ക് എത്ര വേണമെങ്കിലും സ്റ്റെയർ കയറി ഇറങ്ങിയേ യാത്ര ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ വന്നത് ഇവിടം വരെ നിന്നാണ് വന്നത്. എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. യേശുവിനും മാതാവിനും 100,000 നന്ദി.